ഞാൻ ഇതിനു മുമ്പ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റ് ഇല്ലാതെ ഡേറ്റ്സ് മാത്രം ചേർത്തിട്ട് എങ്ങനെയാ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് കപ്പ് അളവിലാണ് ചെയ്തത്. അപ്പോൾ കപ്പില്ലാത്തവർക്കും നമ്മുടെ വീട്ടിലെ സാധാ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്തെടുക്കാം. 1 കപ്പ് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ, 1 കപ്പ് ഷുഗർ, പിന്നെ കാഷ്യൂം ബദാമും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 1/4 കപ്പ് എടുത്തു. പിന്നെ 1/2 കപ്പ് പാല്, 1/2 കപ്പ് ഓയിൽ. ഇനി മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് നല്ല ചൂടുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ 4 മുട്ട, നേരത്തെ എടുത്തു വെച്ച ഷുഗർ ഇല്ല, അതിൽ നിന്ന് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഷുഗർ കാരമൽ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ബാക്കിയുള്ള 1/2 കപ്പ് ഷുഗർ ഇല്ല, അത് ചേർത്ത് കൊടുത്തിട്ട് ഷുഗർ കാരമൽ ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഷുഗർ കാരമൽ ചെയ്തെടുക്കുക. പിന്നെ ഷുഗർ കാരമൽ ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ആദ്യം റെഡിയാക്കി വെക്കാം. ഇത് ഗോൾഡൻ കളറായി വരുമ്പോൾ മാത്രം ഇളക്കി കൊടുക്കാം. ഇനി ഷുഗർ മൊത്തമായി അലിഞ്ഞ് ഗോൾഡൻ കളറായി വന്നാൽ പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന ടൈമിൽ കാരമൽ കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച ഡേറ്റ്സിലേക്ക് ഈ ഒരു കാരമൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ മുട്ട ചേർത്ത് മാറ്റി വെച്ച മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നേരത്തെ മാറ്റി വെച്ച ഡേറ്റ്സും പാലും കാരമലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 1/4 കപ്പ് നട്ട്സിലേക്ക് കുറച്ച് മൈദ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അടിയിൽ എന്തെങ്കിലും പഴയ ഫ്രൈ പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിന്റെ അടപ്പോ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഇതാ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ചൂട് മാറിയതിനു ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുമ്പ് ഞാനൊരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെന്നുള്ളവരൊന്ന് കണ്ടുനോക്കുക. അപ്പൊ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം.